എല്ലാവർക്കും നമസ്കാരം. ഛർദിലിന് വെച്ചാൽ ചുമ്മാ ഛർദ്ദിക്കുക എന്നുള്ളതല്ല, എന്തെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഛർദിലിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ, പ്രായവർക്കും വരുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഛർദിന് പല കാരണങ്ങളുണ്ട്. അതെ, അപ്പോൾ അതിനകത്തെ കാരണങ്ങളിലേക്ക് ഞാനധികം പോകുന്നില്ല. ബേസിക് കറക്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കോൾച്ചിക്കം എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ നമുക്ക് ഛർദിലിനായിട്ട്, എസ്പെഷ്യലി നമുക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോഷൻ സിക്നെസ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ്. വേറെ മെഡിസിൻസ് ഉണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്ഫോമിക്ക, ഛർദിലിൻ്റെ ഒരു ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ്. അതുപോലെ ഇപ്പിക്കാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. പല പൊട്ടൻഷ്യൽസ് ഉണ്ട്, 3x പൊട്ടൻഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ കൊടുക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇയർ ബാലൻസ് കൊണ്ട് ഇഷ്യൂസ് വരുന്നുണ്ട്. കോണിയം മാക്ക് ചിലപ്പം നമ്മൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഇയർ ഇഷ്യൂസ് ഉണ്ട്, ബസ്സിൻ്റെ കളക്ഷൻ കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈലീഷ്യ എന്ന് പറയുന്ന മെഡിസിൻ ചിലപ്പം എൻ്റെ വരാം. നെർവിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കണ്ണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ റൂട്ട എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കാം. വേറെ താഴോട്ട് വരുന്ന നെർവിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഹൈപ്രിക്ക എന്ന് പറയുന്ന ഓരോ മെഡിസിൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതെന്താണെന്നുള്ള കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട തെക്ഷന് പ്രാധാന്യമുണ്ട്. എങ്കിൽ പോലും നമ്മൾ സാധാരണ ട്രാവൽ സിക്നസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കോൾച്ചിക്കം. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് പോകുന്ന ദിവസം കൊടുക്കുകയല്ല, പക്ഷേ നമ്മൾ തലേ ദിവസം കോൾച്ചിക്കം 30 മേടിച്ചിട്ട് പിൽസിലാണ് ഞാൻ സാധാരണ ഡിസ്പെൻസ് ചെയ്യാറ്. 3 പിൽസ് വീതം 4 നേരം എന്നുള്ള രീതിക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സിംറ്റംസിൻ്റെ ആ ഒരു രീതി അനുസരിച്ച്, നേച്ചർ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. ഡോസിൽ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത തവണയുള്ള വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് വേറൊരു പ്രാധാന്യം ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഡോസ് കറക്റ്റാകുക എന്നുള്ളത് തന്നെയാണ്. അത് കറക്റ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്യൂസ് കുറയും. ഇത് പിന്നെ ടെൻഡൻസി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനി വരുന്ന ടെൻഡൻസീസ് ഉണ്ടോ, ഒട്ടൈറ്റിസ് മീഡിയ ഉള്ള ഇഷ്യൂസ് നിൽക്കുന്നുണ്ടോ, ടോൺസിൽസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ടോൺസിലൈറ്റിസ് വരാനുള്ള ഇഷ്യൂ ഉണ്ടോ, എഡിനോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടോ, ഒക്കെ നോട്ട് ചെയ്യുക. കാരണം അതിൻ്റെയൊക്കെ ഇഷ്യൂസ് കൊണ്ട് ചിലപ്പം ഈ ബാലൻസിൽ വരുന്ന ബാലൻസ് കിട്ടാത്ത ഒരു ഇഷ്യൂ വരാം, ഇംബാലൻസ് ഉണ്ടാകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഈ ബാലൻസ് വരാൻ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ 2-3 കാര്യം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വെച്ചത് അത് നോർമലാണ്. അതിന് മൊബൈൽ മാറ്റി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ എന്തെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മനസ്സിലെടുക്കുക. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഛർദിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര തന്നെ ബുദ്ധിമുട്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലേ. അപ്പം അത്രയൊക്കെയായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് എന്നെ പറ്റുന്ന വിധം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. സോ നല്ലൊരു ശുഭനായിരുന്നു. നമസ്കാരം. Thank you.